നമസ്കാരം. DCB മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ അറിയിപ്പ്, നിലവിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള UPI ആപ്പുകൾ വഴിയുള്ള ഇടപാടുകളെല്ലാം സൗജന്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഭാവിയിൽ UPI ഇടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് ചാർജ്, അതായത് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ MDR ഈടാക്കാൻ വഴി തുറക്കുന്ന ഭേദഗതിയടങ്ങിയ ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ നിയമമായി മാറിയിരിക്കുകയാണ്. ഇനി വെറുമൊരു വിജ്ഞാപനത്തിലൂടെ ഏതൊക്കെ പേയ്മെന്റുകൾക്ക് MDR ചാർജ് ബാധകമാകുമെന്ന് സർക്കാരിന് തീരുമാനിക്കാം. പണമിടപാടുകൾക്ക് വ്യാപാരികളിൽ നിന്ന് ബാങ്കോ അല്ലെങ്കിൽ പേയ്മെന്റ് സേവന ദാതാവോ ഈടാക്കുന്നതാണ് മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ MDR. ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾക്ക് MDR ഉണ്ടെങ്കിലും ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ജനുവരി മുതൽ UPI ഇടപാടുകൾക്കും റുപ്പേ ഡെബിറ്റ് കാർഡുകൾക്കും MDR ഈടാക്കുന്നില്ല. ഇക്കാരണത്താൽ UPI ഇടപാട് സ്വീകരിക്കുന്നതിന് വ്യാപാരികൾ അധിക ചാർജ് നൽകേണ്ടതില്ല. MDR വന്നാൽ പ്രത്യക്ഷത്തിൽ വ്യാപാരികളിൽ നിന്നാണ് ചാർജ് ഈടാക്കുന്നതെങ്കിലും ഈ ബാധ്യത ക്രമേണ ഉപയോക്താക്കളിലും എത്താമെന്നതാണ് പൊതുജനങ്ങൾക്കുള്ള തിരിച്ചടി. അടുത്തറിയിപ്പ്, ഓണക്കാലം അടുത്തതോടെ സപ്ലൈകോ വിൽപ്പനശാലകളിലും ഓണച്ചന്തകളിലും ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില കുറച്ചു. സപ്ലൈകോ MDയുടെ ശുപാർശ പരിഗണിച്ച് മന്ത്രി അനൂപ് ജേക്കബിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇതോടെ വില ലിറ്ററിന് 249 രൂപയിൽ നിന്ന് 229 രൂപയായി കുറച്ചു. 1/2 ലിറ്റർ സബ്സിഡിയും 1/2 ലിറ്റർ നോൺ സബ്സിഡിയും ചേർത്ത് 1 ലിറ്ററായാണ് വെളിച്ചെണ്ണ നൽകുന്നത്. 1/2 ലിറ്റർ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില 140 രൂപയായിരുന്നു. ഇത് 110 രൂപയായി കുറയ്ക്കുമെന്നാണ് സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ശുപാർശ ചെയ്തിരിക്കുന്നത്. തുടർന്ന് നോൺ സബ്സിഡി കൂടി ചേർത്ത് വിൽക്കുന്നതോടെ ആകെ വിലയിലെ കുറവ് 20 രൂപയായി മാറും. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തേക്കുൾപ്പെടെ 2 മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഇപ്പോൾ സപ്ലൈകോയിൽ വിൽപ്പനശാലകൾ വഴി വാങ്ങാം. സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ റേഷൻ കാർഡ് വേണം. അടുത്തറിയിപ്പ്, തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്ക് 2026 വർഷത്തെ ഓണക്കാല ഉത്സവബത്ത പ്രഖ്യാപിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ കുടുംബങ്ങൾക്ക് 1200 രൂപ വീതം പ്രത്യേക ഉത്സവബത്ത വിതരണം ചെയ്യാൻ സർക്കാരാണ് ഉത്തരവിറക്കിയത്. ഇതിനായി 44.24 കോടി രൂപ അനുവദിച്ചു. 3,68,688 കുടുംബങ്ങൾക്ക് ഓണത്തിന് മുന്നോടിയായി ഈ ആനുകൂല്യം ലഭിക്കും. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളമെന്നാക്കി മാറ്റുന്നതിനുള്ള ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. പാർലമെന്റിന്റെ ഇരുസഭകളും നേരത്തെ ബിൽ പാസാക്കിയിരുന്നു. രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതോടെ ഇനി മുതൽ എല്ലാ ഔദ്യോഗിക രേഖകളിലും സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാകും രേഖപ്പെടുത്തുക. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ എല്ലാ ഔദ്യോഗിക രേഖകളിലും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഇതര ഭാഷകളിലും ഗവൺമെന്റ് ഓഫ് കേരള എന്നതിനു പകരം ഗവൺമെന്റ് ഓഫ് കേരളം എന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തി തുടങ്ങും. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക രേഖകൾ, മറ്റ് സംവിധാനങ്ങൾ, സൈൻ ബോർഡുകൾ എന്നിവയിലെല്ലാം ഘട്ടം ഘട്ടമായി പേരുമാറ്റം നടപ്പാക്കും. ഇംഗ്ലീഷ് ഭാഷയിലടക്കം കേരള എന്നതിനു പകരം കേരളം എന്നായിരിക്കും ഉപയോഗിക്കുക. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തിനോട് മുന്നോടിയായുള്ള ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് ഉടനെ തന്നെ പുറത്തുവരും. നിലവിൽ കുടിശ്ശിക ഒന്നുമില്ലാത്തതിനാൽ 2 മാസത്തെ 2000 രൂപ മാത്രമാണോ അതോ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ കൂടി അഡ്വാൻസായി ചേർത്ത് 4000 രൂപയായി നൽകുമോ എന്നാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത്. നാളെയോ മറ്റന്നാളോ വിതരണം ആരംഭിച്ചാൽ മാത്രമേ ഓണത്തിന് മുൻപേ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകൾക്ക് പുറമെ വീടുകളിൽ നേരിട്ട് സ്വീകരിക്കുന്നവർക്കും പൂർണ്ണമായും എത്തിച്ചേരുകയുള്ളൂ. ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് എത്തിയാൽ ഉടൻ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാ ദിവസവും ഇതുപോലെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.